അമേരിക്കൻ കുടിയേറ്റ നയങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. വിദേശ തൊഴിലാളികൾക്കായി ഏകദേശം 65,000-ലധികം വിസ അനുവദിക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തെ H-2B വിസകളുടെ എണ്ണം ഇരട്ടിയാക്കുന്ന ഈ തീരുമാനം എന്തുകൊണ്ടാണ്? ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുക? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഏകദേശം 65,000 H-2B സീസണൽ അതിഥി തൊഴിലാളി വിസകൾ സെപ്റ്റംബർ 30 വരെ അധികമായി അനുവദിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ വിവരം ഈ ആഴ്ച പുറത്തിറങ്ങിയ ഫെഡറൽ രജിസ്റ്റർ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റും ലേബർ ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് ഈ തീരുമാനമെടുത്തത്. ഇതൊരു താൽക്കാലിക അന്തിമ നിയമമാണ്. ഈ നിയമം വഴി ഈ വർഷത്തെ H-2B അതിഥി വിസകളുടെ പരമാവധി എണ്ണം ഇരട്ടിയാകും. സാധാരണയായി ട്രംപ് ഭരണകൂടം വിസ നയങ്ങളിൽ കർശനമായ മാറ്റങ്ങൾ വരുത്തി കുടിയേറ്റം നിയന്ത്രിക്കാനാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ഈ തീരുമാനം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. വിദേശ തൊഴിലാളികൾക്കുള്ള ഈ പരിപാടി വിപുലീകരിക്കുന്നതിലൂടെ 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള H-2B നോൺ ഇമിഗ്രന്റ് വിസകളുടെ എണ്ണം 64,716 വർദ്ധിപ്പിക്കും. ഈ അധിക വിസകൾ അമേരിക്കൻ ബിസിനസ്സുകൾക്ക് മാത്രമായിരിക്കും ലഭ്യമാകുക. ഈ വിസകൾ ലഭിച്ചില്ലെങ്കിൽ കടുത്ത നഷ്ടം സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നോ തെളിയിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇത് ലഭിക്കുക. ഇതിനായി പുതിയ സത്യവാങ്മൂലം ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട്. ഈ താൽക്കാലിക അന്തിമ നിയമം 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള H-2B അധിക വിസകൾക്ക് അനുമതി നൽകുകയാണ്. വ്യത്യസ്ത തീയതികളിൽ ജോലി ആരംഭിക്കേണ്ട അമേരിക്കൻ ബിസിനസ്സുകളെ സഹായിക്കുന്നതിനായി ഈ അധിക വിസകൾ 3 ഘട്ടങ്ങളായി വിതരണം ചെയ്യും. ഇതിൽ 2026 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിക്കായി 2 പ്രത്യേക വിതരണങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഈ നോൺ ഇമിഗ്രന്റ് വിസ പരിപാടിയുടെ വിപുലീകരണത്തിലൂടെ മൊത്തം 64,716 അധിക വിസകളിൽ 46,226 വിസകൾ മുൻകാലങ്ങളിൽ H-2B വിസ ലഭിച്ചവർക്ക് മാത്രമായിരിക്കും. അതായത് കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ H-2B വിസ ലഭിച്ചവർക്കോ അല്ലെങ്കിൽ H-2B സ്റ്റാറ്റസ് ഉണ്ടായിരുന്നവർക്കോ ആണ് ഈ വിസകൾ ലഭിക്കുക. ബാക്കിയുള്ള 18,490 വിസകൾക്ക് അങ്ങനെയുള്ള മുൻപരിചയം ആവശ്യമില്ല. കൂടാതെ സീസണിന്റെ അവസാന ഘട്ടത്തിൽ H-2B തൊഴിലാളികളെ ആവശ്യമായി വരുന്ന തൊഴിലുടമകൾക്ക് ഈ വിസകൾ അനുവദിക്കും. അതായത് 2026 മെയ് 1-നും സെപ്റ്റംബർ 30-നും ഇടയിൽ ജോലി ആരംഭിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒഴിവുകൾ. ട്രംപ് ഭരണകൂടം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വൻതോതിലുള്ള നാടുകടത്തൽ പ്രചാരണത്തിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിതമായ മാറ്റത്തിനു പുറമെ H-2B വിസകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് സമയബന്ധിതമായ നിയമപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് USCIS ഊന്നി പറയുന്നുമുണ്ട്. അതിനാൽ ഇത് ഭാവിയിലെ സാമ്പത്തിക വർഷങ്ങളിൽ H-2B പ്രോഗ്രാമിന് ബാധകമാകില്ല. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് H-2 വിസ വിഭാഗത്തിൽ, അതായത് H-2A, H-2B വിഭാഗങ്ങളിൽ താൽക്കാലിക അല്ലെങ്കിൽ സീസണൽ ജോലികൾ ചെയ്യുന്നവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. H-2A വിഭാഗം താൽക്കാലിക കാർഷിക തൊഴിലാളികൾക്കായും H-2B വിഭാഗം താൽക്കാലിക കാർഷികേതര തൊഴിലാളികൾക്കുമായാണ്. അമേരിക്കൻ തൊഴിലുടമകൾക്ക് രാജ്യത്ത് താൽക്കാലിക കാർഷികേതര ജോലികൾ നികത്താൻ H-2B പ്രോഗ്രാം ഉപയോഗിക്കാം. ഈ നോൺ ഇമിഗ്രന്റ് ക്ലാസിഫിക്കേഷന് യോഗ്യത വേണമെങ്കിൽ താൽക്കാലിക ജോലി ചെയ്യാൻ കഴിവുള്ള, സന്നദ്ധതയുള്ള, യോഗ്യതയുള്ള, ലഭ്യമായ അമേരിക്കൻ തൊഴിലാളികൾ ഇല്ലെന്ന് തെളിയിക്കണം. കൂടാതെ H-2B വിസയുള്ളവരെ തൊഴിൽ ശക്തിയിൽ ഉൾപ്പെടുത്തുന്നത് സമാന ജോലികൾ ചെയ്യുന്ന അമേരിക്കൻ തൊഴിലാളികളുടെ വേതനത്തെയും തൊഴിൽ സാഹചര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കില്ലെന്ന് ഉറപ്പാക്കണം. തൊഴിൽ സാഹചര്യം സ്ഥിരമായിരിക്കുകയാണെങ്കിൽ പോലും ഒരു താൽക്കാലിക തൊഴിലാളിയുടെ ആവശ്യം സൃഷ്ടിച്ചത് ഒരു ഹ്രസ്വകാല സംഭവം മൂലമാണെന്ന് തൊഴിലുടമ തെളിയിക്കണം. USCIS തീരുമാനിച്ചതനുസരിച്ച് അധിക വിസകൾ 3 ഘട്ടങ്ങളായി വിതരണം ചെയ്യും. 64,716 വിസകൾ ഏത് രീതിയിലാണ് വിഭജിക്കുന്നത് എന്ന് നോക്കാം. ആദ്യഘട്ടം ജനുവരി 1 മുതൽ മാർച്ച് 31 വരെയുള്ള തൊഴിൽ ആരംഭ തീയതികൾക്ക് വേണ്ടിയാണ്. 18,490 വിസകൾ 2023, 24 അല്ലെങ്കിൽ 25 സാമ്പത്തിക വർഷങ്ങളിൽ H-2B വിസ ലഭിച്ചവർക്ക് അല്ലെങ്കിൽ H-2B സ്റ്റാറ്റസ് ഉണ്ടായിരുന്നവർക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുകയാണ്. രണ്ടാം ഘട്ടം ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള തൊഴിലാരംഭ തീയതികൾക്ക് വേണ്ടിയാണ്. 27,736 വിസകളാണ് നൽകുക. രണ്ടാം പകുതിയിലെ സ്റ്റാറ്റ്യൂട്ടറി ക്യാപ്പ് എത്തിയതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ തൊഴിലുടമകൾക്ക് ഈ അപേക്ഷകൾ സമർപ്പിക്കാം. മൂന്നാം ഘട്ടം 2026 മെയ് 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള തൊഴിലാരംഭ തീയതികൾക്ക് വേണ്ടിയുള്ളതാണ്. 18,490 വിസകളാണ് നൽകുന്നത്. രണ്ടാം പകുതിയിലെ സ്റ്റാറ്റ്യൂട്ടറി ക്യാപ്പ് എത്തിയതിനു ശേഷം 45 ദിവസത്തിനുള്ളിൽ തൊഴിലുടമകൾക്ക് ഈ അപേക്ഷകൾ സമർപ്പിക്കാം. ഈ വിസകൾ അമേരിക്കൻ ബിസിനസ്സുകൾക്ക് ആവശ്യമായ തൊഴിലാളികളെ കണ്ടെത്താൻ സഹായിക്കുമെങ്കിലും ഇത് അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു പ്രധാന ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ അപ്രതീക്ഷിത നീക്കം കുടിയേറ്റ നയങ്ങളിൽ ഒരു മാറ്റം സൂചിപ്പിക്കുന്നുണ്ടോ, അതോ ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടാനുള്ള താൽക്കാലിക നടപടി മാത്രമാണോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ വിസകൾ ലഭിക്കുന്നവർക്ക് അമേരിക്കയിൽ താൽക്കാലിക ജോലികൾ ചെയ്യാൻ അവസരം ലഭിക്കും. ഇത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെ ചില മേഖലകളിൽ തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.